മോനെ 100 ദിവസം പോരേടാ, അത്രയും പോരെ. KSEB വസ്തു കൊണ്ട് പഠിക്കാൻ അത്രയും ദിവസം പോരെ, പിന്നെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പക്ഷേ ഈ സമയം ഈ നിമിഷം വീട്ടിലിരുന്ന് നിങ്ങളൊരു കാര്യം ചെയ്യണം, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ചെയ്യണം. 100 ദിവസമുണ്ട്, ഒരു ദിവസം പോലും പാഴാക്കാനില്ല. KSEB എന്ന് പറയുന്ന സ്വപ്നം, നിങ്ങളുടെ വീട്ടുകാരുടെ സ്വപ്നം, നിങ്ങളുടെ കഠിന പരിശ്രമം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടുത്താൻ കിട്ടിയ ചാൻസ് ആണ്. ഹലോ സുഹൃത്തുക്കളെ, ഏവരും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും അത് എന്താണ് എന്ന്. നിരന്തരം വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, സാറേ ഞങ്ങൾ KSEB മസ്തൂറിന്റെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ എക്സാം ഡേറ്റ് എന്നാണ്, അതിന്റെ കൺഫർമേഷൻ തീയതി എന്നാണ് വരുന്നതെന്നുള്ള 100 കൂട്ടം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ അതിന് ഉത്തരവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം KSEBയുടെ ആ ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ എന്നോ? എന്നാൽ ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു, എക്സാം ഡേറ്റ് വന്നിരിക്കുന്നു, അതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. അങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം KSEB ഇലക്ട്രിസിറ്റി വർക്കറിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 3 ആയിരുന്നു. ആ ജൂൺ 3 വരെ നമുക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളതാനും ആണല്ലോ. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറ്റത്തില്ല, നമുക്കറിയാം. അങ്ങനെ PSCയുടെ റിപ്പോർട്ട് അനുസരിച്ച് KSEB മസ്തൂറിന് വേണ്ടി നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് 29,363 പേരാണ് ആണല്ലോ. ഇപ്പൊ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി 955. ഞാൻ പറയുന്നു, മഹേഷ് സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോട്ടറി തന്നെ, വേറൊന്നുമല്ല. ഒരു ജനറൽ PSC എഴുതുകയാണെങ്കിൽ 4 ലക്ഷം പേര് 5 ലക്ഷം പേര് അപ്ലൈ ചെയ്യുമ്പോൾ 1000 വേക്കൻസി വരുന്ന സ്ഥാനത്ത് 29,363 പേര് എഴുതുന്ന പരീക്ഷയിൽ 955 എന്ന് വെച്ചാൽ ഏകദേശം 1000 വേക്കൻസിയോട് അടുപ്പിച്ച് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് തൊഴിലവസരങ്ങളുണ്ട്. ലോട്ടറി എന്ന് തന്നെ പറയാം. അത്യാവശ്യം ഒന്ന് കഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പരിശ്രമത്തിന് അല്ലെ നിങ്ങളുടെ കഷ്ടപ്പാടിന് ഉത്തരം ഉണ്ടാകുമെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇന്ന് PSC നമുക്ക് തന്ന വിവരം അനുസരിച്ച് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വന്നിട്ടുണ്ട്. 23/6/2026 മുതൽ അവസാന തീയതി 12/7/2026. പൊതുവെ കാണുന്നൊരു കാര്യം പറയട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. 1 മാസത്തോളം അടുപ്പിച്ച് സമയമുണ്ട് എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യും? നാളത്തേക്ക് മാറ്റിവെക്കും. ഒരു കാരണം വെച്ചാലും ചെയ്യരുത്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ മൊബൈൽ എടുക്കുക, PSCയുടെ സൈറ്റിൽ കയറുക, കൺഫർമേഷൻ ഇന്നോ നാളെയോ ആയിട്ട് കൊടുത്തു തീരുക. നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ആ ഒരു അവസ്ഥ മാറ്റിവെക്കണം. കാരണം നിരന്തരം കാണുന്നുണ്ട് പറയുകയാണ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അപേക്ഷ സമർപ്പിച്ചിട്ട് എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരില്ല. അപ്പൊ ഒന്നും കൂടെ പറയുക, കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എത്ര? 23/6/2026 എന്ന് വരെയുണ്ട്. 12/7/2026 ഈ ഒരു ഇത് നോക്കി വെച്ചേക്കണം ആണല്ലോ. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സേഫായി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി അടുത്തത് നിങ്ങൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, സാറേ ഞാൻ പഠിച്ചു തുടങ്ങി, ഞാൻ നിരന്തരം പഠിക്കുന്നുണ്ട്, എന്നത്തോടെ പരീക്ഷ വരും, എനിക്ക് അതിനനുസരിച്ച് ബാക്കി ഞാൻ ലീവ് എടുത്ത സർവീസിൽ നിന്ന് ലീവ് എടുത്താ പഠിക്കുന്നേ, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകാതെ ലീവ് എടുത്തിരുന്നാ പഠിക്കുന്നേ, എനിക്ക് എന്നിട്ട് എക്സാം ഡേറ്റ് വരുന്നത് ഒന്ന് ചോദിക്കുന്ന നിരന്തരം പിള്ളേരുണ്ട്. അതിന് ഉത്തരമാണ് പറയുന്നത്, എക്സാം ഡേറ്റ് 30 സെപ്റ്റംബർ. എത്ര? 30 സെപ്റ്റംബർ. അപ്പൊ ഇന്ന് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. 30 സെപ്റ്റംബറിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുക. ഇനി അധികം സമയമില്ല. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ പറയുകയാണ്, കൺഫർമേഷൻ ഡേറ്റ് വന്നേക്കുന്നേ 23/6/2026. കൺഫർമേഷൻ ഡേറ്റ് അവസാനിക്കുന്നേ 12/7/2026. എക്സാം ഡേറ്റ് സെപ്റ്റംബർ 30 ആണല്ലോ. അപ്പൊ ഇനി നിരന്തരം എന്നോട് ചോദിക്കുന്നേ, സാറേ ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്നോട് ചോദിക്കുന്ന ഒരു സംശയം, സാറേ ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല, എനിക്കിനി പഠിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ പഠിച്ചാൽ രക്ഷപ്പെടുമോ? എന്നെ കൊണ്ട് ഇത് പറ്റുമോ? ഒരു ഗവൺമെന്റ് സർവീസിൽ കയറാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് ഞാൻ നൽകാൻ പോകുന്നത്. മോനെ, ഇത് ജൂൺ മാസം. ഇനി ജൂൺ മാസം ഇന്ന് 24-ാം തീയതി, ഇനി 6 ദിവസം. അപ്പൊ ജൂൺ മാസം ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? 6 ദിവസം. ജൂലൈ ഇനി എത്ര ദിവസമുണ്ട്? 31 ദിവസം. ആഗസ്റ്റ് എത്ര ദിവസം ബാക്കിയുണ്ട്? 31 ദിവസം. സെപ്റ്റംബർ എത്ര ദിവസം ബാക്കിയുണ്ട്? 30. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 98 ദിവസം. ഞാനൊരു കാര്യം ചെയ്യുന്നു, റൗണ്ട് ചെയ്ത് 100 എടുത്തു ആണല്ലോ. മോനെ 100 ദിവസം പോരേടാ, അത്രയും പോരെ. KSEB വസ്തു കൊണ്ട് പഠിക്കാൻ അത്രയും ദിവസം പോരെ, പിന്നെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പക്ഷേ ഈ സമയം ഈ നിമിഷം വീട്ടിലിരുന്ന് നിങ്ങളൊരു കാര്യം ചെയ്യണം, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ചെയ്യണം. 100 ദിവസമുണ്ട്, ഒരു ദിവസം പോലും പാഴാക്കാനില്ല. KSEB എന്ന് പറയുന്ന സ്വപ്നം, നിങ്ങളുടെ വീട്ടുകാരുടെ സ്വപ്നം, നിങ്ങളുടെ കഠിന പരിശ്രമം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടുത്താൻ കിട്ടിയ ചാൻസ് ആണ്. അതാ 100 ദിവസം ആണല്ലോ.
അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ KSEB മസ്തൂറുമായി ബന്ധപ്പെട്ട I+ ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാര്യം ചെയ്തേക്കുന്നു, ഞങ്ങളെല്ലാ അധ്യാപകരും ചേർന്നിരുന്ന ഒരു ക്രാഷ് കോഴ്സ് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ആ 100 ദിവസത്തെ ഒരു കോഴ്സ് ആണല്ലോ. ആ ക്രാഷ് കോഴ്സിനകത്ത് ഏകദേശം ഒരു 60 ദിവസം കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അതിൽ നിരന്തരം മോക്ക് ടെസ്റ്റ്, നിരന്തരം നിങ്ങളുമായി ബന്ധപ്പെടുന്ന രീതി, നിരന്തരം സംശയ നിവാരണം, നിങ്ങൾക്ക് അധ്യാപകരുമായി സംവദിക്കാനുള്ള അവസരം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇന്ന് തന്നെ യൂട്യൂബിൽ പോയി KSEB മസ്തൂറിന്റെ I+ന്റെ ക്ലാസ്സുകൾ സെർച്ച് ചെയ്ത് നോക്കുക. ആ ക്ലാസ്സുകൾ സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് എടുത്തു പറയുകയാണ്, KSEB മസ്തൂറിന്റെ I+ന്റെ യൂട്യൂബ് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞങ്ങളുമായി ബന്ധപ്പെടുക. ആ 100 ദിവസം കൂടെ നിങ്ങളിൽ ഒരാളായി ഞങ്ങൾ നിന്ന് നിങ്ങളെ വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നതായിരിക്കും. അതല്ലോ. ഇനി അടുത്തൊരു ചോദ്യം നിരന്തരം വരുന്നത്, നിങ്ങൾ ചോദിക്കും സാറേ സിലബസ് ഒരു മാറ്റവും ഇല്ല. സിലബസ് വന്നിട്ടുണ്ട്, ആ സിലബസിൽ ഒരു മാറ്റമില്ല. മൊത്തം എത്ര മോഡ്യൂളാന്ന് ചോദിച്ചാൽ 10 മോഡ്യൂൾ. ഒരു മോഡ്യൂൾ എത്ര മാർക്കാ? 10. ഞങ്ങൾ ഇത് വെച്ചാണ് ഇപ്പോൾ മസ്തൂർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 60% ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി. ഞങ്ങൾ അതിന്റെ രീതി പോവുകയാണ്, ഞങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. ആ ഇലക്ട്രിസിറ്റി വർക്കൗട്ട് സിലബസ് സെയിം തന്നെ. ഏതാ? ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, പിന്നെ ഏതാ? ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അടുത്ത DC മെഷീൻസ്, അടുത്ത AC മോട്ടോർ, സിംഗിൾ ഫേസ് മോട്ടോർ, പിന്നെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ, പിന്നെ ഇലൂമിനേഷൻ, പിന്നെ പവർ ജനറേഷൻ, പിന്നെ ട്രാൻസ്മിഷൻ. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. സിലബസിനകത്ത് യാതൊരു മാറ്റമില്ല. ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ട ഉടനെ കൺഫർമേഷൻ കൊടുക്കുക. അതിനുശേഷം 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. 1 ഇഞ്ച് സമയം പോലും കളയാതെ പഠിക്കുക. ഞങ്ങളുടെ കൂടെ കൂടുക. ഞങ്ങൾ നിങ്ങളുടെ ഒരാളായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇന്ന് തന്നെ I+മായി ബന്ധപ്പെടുക. താങ്ക് യു.